എടോ, തനിക്ക് ചിലപ്പോൾ ഇത് ഈസി ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതേ സംഭവം നമ്മുടെ ജീവിതത്തിലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും അത് ഈസി ആയിരിക്കില്ല. എന്താ മൈഥിലി? ചൈതന്യെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. യാഥാർത്ഥ്യബോധമുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. അരുണിനോട് സംസാരിക്കേണ്ടെന്ന് ഫാദർ പറഞ്ഞത് ഒരർത്ഥത്തിൽ നന്നായി. ചിലപ്പോൾ അവന് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അരുൺ എന്തായാലും രംഗനാഥ സാറിനോടും സ്നേഹയോടും ഡിസ്കസ് ചെയ്യില്ലേ? കുഞ്ഞിന്റെ ഭാവി മാത്രമല്ലല്ലോ, അവരുടെ ഭാവിയും കൂടി ഇല്ലേ? എങ്കിൽ പിന്നെ ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. സ്നേഹിക്ക് ഭയം ഉണ്ടാവും. എത്ര താലോലിച്ചാലും അവസാനം കൈ നീട്ടാൻ ഒരാളുണ്ടെന്നുള്ള ഭയം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന്തിരിയും. ഒരു കണക്കിന് നോക്കിയാ ഇപ്പൊ ഈ അന്വേഷണം നടത്തി വന്ന അമ്മയെ ചാട്ടവാറിന് അടിക്കാ വേണ്ടത്. കൊണ്ടുപോയി വലിച്ചെറിഞ്ഞപ്പോ തോന്നാത്ത സ്നേഹം ഇപ്പൊ തോന്നിയതിന്, അതും ആ കുട്ടിയുടെ മുൻപിൽ നല്ലൊരു ജീവിതം ഉള്ളപ്പോ. അങ്ങനെയൊന്നും പറയണ്ട അനാമിക. ചൈതന്യോട് ഒരു 5 മിനിറ്റ് തികച്ച് സംസാരിച്ച അവളോട് സഹതപിക്കാനേ നിനക്ക് തോന്നൂ. ഒരു വല്ലാത്ത പെയിനാ അത്. സത്യം പറഞ്ഞ മൈഥിലി വീണ്ടും കുരുക്കിലായല്ലേ? എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണല്ലോ. ഹലോ. ഹലോ മാം, ഞാൻ ചാരു ആണ്. എന്താ? കമല തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. അവൾക്കിവിടെ മടുത്തു എന്നാ പറയുന്നേ. ഞാൻ മാഡത്തിനെ വിളിച്ചത് അവളുടെ പേരിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമിക്കുവാണെങ്കിൽ. ചാരു, കമല കയറി വന്നത് എൻ്റെ വീട്ടിലേക്കല്ല, കുട്ടിച്ചൻ്റെ വീട്ടിലേക്കാ. തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതും അവളെ തിരിച്ചു വിളിക്കേണ്ടതും കുട്ടിച്ചൻ്റെ ചുമതലയാ. ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. കമല പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അവസാനം അതൊരു കുറ്റബോധം ആവരുത്. ഞാൻ ഈ കാര്യം കുട്ടിച്ചനെ വിളിച്ച് പറയാം. കുട്ടിച്ചൻ്റെ മറുപടി എന്താണെന്ന് ഞാൻ ചാരുവിനെ വിളിച്ച് പറയാം. മാം പ്ലീസ്. ചാരു പ്ലീസ്, ഞാനൊരു മീറ്റിങ്ങിലാണ്, പിന്നെ വിളിക്കാം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ടൈം ടേബിൾ ഓർമ്മയുണ്ടോ? കൃത്യം 45 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സാറ് അടുത്ത പ്രോബ്ലം കൊണ്ട് കയറി വരും. തയ്യാറാക്കിയ ടൈം ടേബിൾ ഷീറ്റ് കയ്യിലില്ലാന്നേ ഉള്ളൂ. ഏകദേശം അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ. കമലയുടെ കാര്യം എന്താ? കമല തിരിച്ച് കാനഡയിലേക്ക് പോവാ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാ. അല്ല, ആ കുട്ടി പോയാൽ എങ്ങനെയാ? പോയാലെന്താ? മൈഥിലി, ഒട്ടും പിടികിട്ടാത്ത രീതിയിൽ ആ കുട്ടിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് ക്ലിയർ ആക്കാനില്ലേ? എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കമലയ്ക്കല്ലേ? ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ കുട്ടി സംസാരിച്ച രീതി എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലാണ്. സേതുവിൻ്റെ ഓർമ്മകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അവളത് വേദനയോട് പറയായിരുന്നു, കണ്ണ് നനയുമായിരുന്നു. മറിച്ച് കുട്ടിച്ചനോട് വല്ലാത്തൊരു ധിക്കാരം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ പോന്നെങ്കിൽ പോട്ടെ, ഒരു ടെൻഷൻ കുറയുമല്ലോ. സാർ, ജീവൻ സാർ. ആ, താനോ? കൂടെ വന്ന ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞ് സാറ് വിലക്കും. അനുവാദമില്ലാതെ വീടിനകത്ത് കയറാനും പാടില്ലെന്ന് പറയും. വാ ഇരിക്കെ. എന്താ വന്നതിന്റെ കാര്യം? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞ? കൃത്യമായ കാരണം ഉണ്ടായിട്ടാണോ നമ്മള് വേണ്ടപ്പെട്ട ആളിനെ കാണുന്നത്? ഏത് വേണ്ടപ്പെട്ട ആള്? സാറ് തന്നെ. സാറിപ്പ എന്റെ നല്ല ഫ്രണ്ട് അല്ലേ? കോളേജിലെ സാറ്, ഇവിടെ ഫ്രണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇപ്പം തുടങ്ങിയൊരു ഏർപ്പാടാ. സാറിന് സാറ്, ചങ്ങാതിക്ക് ചങ്ങാതി എന്നൊക്കെ ഉള്ളൊരു ഏർപ്പാട്. പണ്ടൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ബഹുമാനിക്കുകയാണെങ്കിൽ അയാളെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനിക്കും. അല്ലാതെ സ്വിച്ചിട്ട പോലെയൊന്നും മാറാനൊന്നും പറ്റില്ല. കാലത്തിനനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റൂ, അല്ലാതെ നമുക്ക് കാലത്തിന് തിരുത്താൻ പറ്റുമോ? നമ്മള് കാലത്തിന് തിരുത്താനൊന്നും നോക്കണ്ട, നമുക്ക് സ്വയം തിരുത്താലോ. അയ്യോ, തർക്കത്തിന് ഞാനില്ലേ. സാറിനോട് തർക്കിച്ച ഞാൻ ജയിക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. സംശയമാണോ? സംശയമാണ്, പക്ഷെ ബുക്കിലൊന്നും ഉള്ളതല്ല. ചോദിക്ക്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
ഇനി എന്തെങ്കിലും ആ പെണ്ണ് കാണുന്നു എന്ന് വിചാരിക്കുക. സാർ എന്തു ചെയ്യും? ഏത് പെണ്ണ്? സാറ് കല്യാണം കഴിച്ച ആ പെണ്ണില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് സാർ ഒരു ബസ്സിൽ പോകുന്നു, അതേ ബസ്സിൽ അവരുണ്ട്, അല്ലെങ്കിൽ ട്രെയിനില്, അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രണ്ടുപേരും ഒരുമിച്ച്. തനിക്കിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നല്ല കാര്യം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നത് അതിനേക്കാൾ നല്ല കാര്യമാണ്. ഇത് ആവശ്യമില്ലാത്ത ചോദ്യമല്ലല്ലോ, അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാനത് അപ്പോൾ കൈകാര്യം ചെയ്തോളാം. സാറിന് ദേഷ്യം വരണ്ട. ദേഷ്യം വരാതെ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ? അതുകൊള്ളാലോ, സാറല്ലേ പറഞ്ഞ് അക്കാര്യം ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന്, അത് ഓർക്കാറേയില്ലെന്ന്. അത് ഓർക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെന്നെ ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളുടെ കാര്യം ഇതൊക്കെ തന്നെ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലിട്ട് പെരിപ്പിച്ച് 1000 ചോദ്യങ്ങൾ ഉണ്ടാക്കും. ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. പിന്നെ ഇരിക്കുന്ന എന്തിനാ? ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നിറങ്ങാവോ? സോറി സാർ. എനിക്ക് തന്റെ സോറി ഒന്നും കേൾക്കണ്ട. ഇനി മുതൽ എന്തെങ്കിലും സംസാരിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താതിരുന്നാൽ മാത്രം മതി, പ്ലീസ്. പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ചോദിച്ചു പോയതാ. അതിൻ്റെ പേരിൽ സ്ഥിരമായിട്ട് എന്നെ ഇങ്ങോട്ട് വഴി വിലക്കല്ലേ. ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യുന്നത് സാറിൻ്റെ അടുത്ത് വരുമ്പോഴാ. സോറി സർ, റിയലി സോറി. ഓക്കെ. എടോ, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തെ ആളെയും അയാളുടെ മനസ്സിനെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അയാളെ വേദനിപ്പിക്കാനോ അയാളെ ദേഷ്യം പിടിപ്പിക്കാനോ സാധ്യതയുള്ള വാക്കുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. മറിച്ചാണെങ്കിലും സംഭവിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായാൽ പോരെ? ആ ചോദ്യം ചോദിക്കാൻ കൊള്ളാവുന്നതാണോ, മറ്റൊരാളെ മുറിവേൽപ്പിക്കുമോ അസ്വസ്ഥനാക്കുമോ, അതൊക്കെ ചിന്തിക്കണം. അല്ലെങ്കിലേ അത് വെറും സംസാരമായി പോവും. മനസ്സിലായോ? മനസ്സിലായി. സോറി സർ. ഇത്രയൊക്കെ മനസ്സിലായെങ്കിൽ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോയാൽ മതി. വേണ്ട, ഞാൻ ഇറങ്ങുവാ. സത്യത്തിൽ തനിക്ക് വിഷമമായോ? ആയി. എന്നാ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കുറച്ചു നേരം വിഷമിച്ച് കഴിയുമ്പോഴേ മനസ്സിലിത് ഓർമ്മയുണ്ടാവും. എന്നാ പൊയ്ക്കോ. കമല നാട്ടിൽ നിന്ന് പോവാ കുട്ടിച്ച. കുറച്ചു മുമ്പ് ചാരുവാണത് പറഞ്ഞത്. ആ, നിന്നെ കാണുമ്പോ ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തായി അരുണിന്റെ സ്നേഹയുടെയും കാര്യം? എന്തായി കുഞ്ഞിന്റെ കാര്യം? അതിന്റെ തടസ്സങ്ങളൊക്കെ നീങ്ങിയോ? അതിപ്പോ അടുത്ത് ശരിയാവും. ആ, ഓരോ നല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നതിനിടയില് ഓരോ തടസ്സങ്ങൾ വന്നായി എന്താ ചെയ്യാ? പണ്ട് നല്ല മനസ്സുള്ളവർക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോ നല്ല മനസ്സുണ്ടായി പോകുന്നതാ കുഴപ്പം. കമലയ്ക്ക് ഏറ്റവും ദേഷ്യം എന്നോടാ. ആ, പിന്നെ രഞ്ജിത്തിന്റെ ബിസിനസ് ഒക്കെ നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ടോ? ഉണ്ട്. അവനൊരു നല്ല ചെറുപ്പക്കാരനാ, ഉത്സാഹിയാ. അങ്ങനെയുള്ളവരെ എന്തെങ്കിലുമൊക്കെ ചെയ്താ അത് വിജയിക്കും. പിന്നെ സാരംഗിന്റെ ശത്രുതയൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ അല്ലേ അയാളോട്? സാരംഗ് വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അതാണല്ലോ ചുറ്റുള്ളവരെ മൊത്തം ഇങ്ങനെ പേടിപ്പിച്ചിട്ടും ഒരുത്തൻ ഇങ്ങനെ വിലസി നടക്കുന്നത്. എന്നാ പിന്നെ മോള് പോയിക്കോ. കുട്ടിച്ച, കമല പോകുന്നു ഞാൻ പറഞ്ഞിട്ട് കുട്ടിച്ചൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത വിശേഷങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് എങ്ങോട്ടോ പോകുന്നു, അതിന് നമുക്കെന്താ? പോട്ടെ. അതല്ല കുട്ടിച്ച, നമ്മൾ ഈ അറിഞ്ഞതിലൊക്കെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ കമല പോയി കഴിഞ്ഞാ പട്ടാ പകൽ ഉറങ്ങാതെ നിന്ന് സ്വപ്നം കാണുവാണോ നീ? ഇനിയിപ്പോ ആര് വരാനാ? ആർക്കാ ഇതിനൊക്കെ നേരം? ഇത്രയും വലിയ ലോകത്ത് ഒരു കുട്ടിച്ചനും ലക്ഷ്മിയമ്മയും ആർക്കെങ്കിലും പ്രധാനപ്പെട്ടതാണോ? സത്യം പറയാനും തിരുത്താനും ഒന്നും ആരും വരാൻ പോകുന്നില്ല. പിന്നെ ഒന്നോർക്കുമ്പോ അവൾ ഈ നാട്ടിൽ നിന്ന് ദൂരേക്ക് പോകുന്നതാ നല്ലത്. വഴിയിൽ ഒരിടത്തും വെച്ച് കാണണ്ടല്ലോ. കണ്ടാ ചിലപ്പോ വെറുതെയെങ്കിലും ഒരു ചങ്കിടിപ്പുണ്ടാവും. പോട്ടെ, നീയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ. ഞങ്ങൾ 2 വയസ്സന്മാർക്ക് അത് മതി. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം അവളെ കൂടെ നിർത്തിയത് എന്റെ മകനെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോയി.
മരിച്ചുപോയ അവനോട് അത് ചെയ്യേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക്. ആ, നീ ചെല്ലു മോളെ. നിന്നെ കൊണ്ട് ഉപകാരമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്ക്. അവള് പോകുന്ന കാര്യം ലക്ഷ്മിയമ്മയോട് പറയുന്നുണ്ടോ? പറഞ്ഞേക്കാം. ഇനിയിപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് ഷോക്കാവോ, അതുകൊണ്ട് വീണു പോവോന്നൊക്കെ എന്തിനാ നോക്കുന്നത്? എന്തായാലും ഇപ്പൊ നടന്നതിൽ കൂടുതൽ ഷോക്കൊന്നും അതുകൊണ്ട് വരില്ല. ശരി മോളെ, നീ പോവാൻ നോക്ക്. കുട്ടി, കുട്ടി, ഇവിടെ ഒരു കോളേജ് ലെക്ചർ താമസിക്കുന്നുണ്ടല്ലോ, ജീവൻ. അറിയാമോ? അറിയാം, എന്റെ സാറാ. ആ, വീട്ടിലേക്കുള്ള വഴി ഇങ്ങോട്ടാണോ? അതെ, നേരെ പോയാൽ മതി. താങ്ക് യു. അതെ, ജീവൻ സാറിന്റെ ആരാ? ആരുമല്ല. പിന്നെന്തിനാ സാറിനെ കാണുന്നേ? കാണേണ്ട കാര്യമുണ്ട്. എവിടുന്നാ നിങ്ങൾ വരുന്നേ? ഞാനൊരു വഴി ചോദിച്ചു, കുട്ടി അത് പറഞ്ഞു. പിന്നെ എന്തിനാ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തൽക്കാലം ബുദ്ധിമുട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അതെന്ത് ബുദ്ധിമുട്ട്? താൻ ജീവൻ സാറിന്റെ സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? അതെ. അല്ലാതെ സാറിന്റെ ബന്ധത്തിലുള്ള ആരും അല്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ചോദ്യം ചെയ്യലിന്റെ രീതി കണ്ടപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പേരെന്താ? ആവണി. നിങ്ങളുടെ പേരെന്താ? അത് കുട്ടി അറിയണ്ട. അതെ, പേര് പറയാൻ എന്താ ഒരു മടി? ഞാൻ ഭീകരവാദിയും തീവ്രവാദിയൊന്നും അല്ല. നിങ്ങളുടെ സാറിനെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. തനിച്ചു പോയാൽ ചിലപ്പോൾ വഴി മനസ്സിലാവില്ല. ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പൊക്കോളാം. അല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരാളെയും ബുദ്ധിമുട്ടിക്കരുതെന്നാ ഞാൻ കരുതുന്നേ. പോട്ടെ. അതെ, കുട്ടിയുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇതാരായിരിക്കും? ഇവരെന്തിനാ സാറിനെ കാണുന്നേ? അങ്ങോട്ട് പോയാലോ? വേണ്ട, ചെന്നാൽ ചിലപ്പോൾ സാറിന് ദേഷ്യം വരും. ശ്ശേ, എന്താ ചെയ്യാ? ശ്ശേ. ആരാ? താനോ? താനെന്താ ഇവിടെ? ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? താൻ വന്നതല്ലേ ഉള്ളൂ. തൽക്കാലം തന്നെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. തായിരിക്കും. ഇവിടെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ, അതോ എന്നെ കാണാൻ തന്നെ വന്നതാണോ? ജീവനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ വന്നത്. ഉള്ള കാര്യം പറയാലോ, ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ? ജീവൻ വിവാഹം കഴിച്ചില്ലേ? ഇല്ല. തന്നെ നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അങ്ങനെ തോന്നിയില്ല. പിന്നെ എൻ്റെതായ ചില തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. തനിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം മതി. ആ, ഓക്കെ, ഞാൻ എടുക്കാം. കുടിക്കാം. കേട്ടോ അശ്വതി, സത്യത്തിൽ ഞാൻ വിചാരിച്ചത് വിവാഹം കഴിച്ച ഭാര്യയെ അതേ രാത്രി കാമുകന് കൈമാറിയ ആള് സൊസൈറ്റിയിൽ പരിഹസിക്കപ്പെടുന്ന. പക്ഷെ വാസ്തവത്തില് ഒരല്പം സഹതാപം കിട്ടുന്ന പൊസിഷനാണോ? ഒരാളിൽ നിന്നല്ല, പലരിൽ നിന്നും.
ഞാൻ എന്തോ വലിയ ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞ് ചിലർ സംസാരിച്ചിട്ടുണ്ട്. ചിലര് എന്നെ ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന മഹത്വ. അല്ല, പുള്ളി എന്താ ചെയ്യുന്നത്? ജീവൻ, ഞാനൊരു സഹായം ചോദിച്ചാ വന്നത്. അതിനാ ഇപ്പൊ വന്നിരിക്കുന്ന. കൊള്ളാവുന്ന സഹായം ഒരിക്കൽ ചെയ്തതാണ്. ഇപ്പെന്താ? ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. എനിക്ക് പറ്റിയ വലിയൊരു തെറ്റായിരുന്നു അയാളെ വിശ്വസിച്ചത്. അയാൾ എന്റെ മുൻപിൽ എന്തൊക്കെ പറഞ്ഞിരുന്നോ അതൊക്കെ കള്ളമായിരുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്കത് മനസ്സിലായി. ആർ യു സെപ്പറേറ്റഡ്? യെസ്. ആദ്യം കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയ ദിവസങ്ങൾ. പിന്നീട് പതുക്കെ പതുക്കെ ഞാൻ ചില മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഒരു അകൽച്ച പോലെ, ഞാനൊരു ബാധ്യതയായ പോലെ. ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. എന്ത് ചെയ്യാനാ? അയാൾക്ക് ജീവിതം വലിയൊരു ആഘോഷമായിരുന്നു. എന്നാൽ ആഘോഷിക്കാനുള്ളതൊന്നും കയ്യിലില്ലതാനും. ചുറ്റും കടവാ. ആദ്യമൊക്കെ അയാളെ തേടി ഫ്രണ്ട്സൊക്കെ വരുമായിരുന്നു. അവരെയൊക്കെ നന്നായി ഞാൻ ട്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു വരുന്നവര് അയാള് പണം കൊടുക്കാനുള്ളവരാണെന്ന്. ആ നിമിഷം മുതല് അവരുടെ മുമ്പില് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി. അതിനെ ചൊല്ലി പിന്നീട് സംസാരമുണ്ടായി. അയാൾ അയാളുടെ വഴിക്ക് പോയി. ഇപ്പൊ 6 മാസം കഴിഞ്ഞു. എന്നിട്ട് താനിപ്പോ? നല്ല ചെയ്തല്ലേ ചെയ്തത്. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. കോഴ്സ് പൂർത്തിയാക്കാത്തതുകൊണ്ട് വൃത്തിയുള്ള ജോലിയൊന്നും കിട്ടില്ല. ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. തെറ്റില്ലാത്ത ശമ്പളമുണ്ട്. ലേഡീസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ചിലപ്പോ ജീവനെ ചതിച്ചതിനുള്ള പാരിതോഷികമാവും. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഈ ലോകം നന്നായനെ. ജീവൻ പേടിക്കണ്ട കേട്ടോ. ഞാൻ അഭയം നഷ്ടപ്പെട്ടപ്പോ നിങ്ങളെ തേടി വന്നതൊന്നുമല്ല. നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന റിക്വസ്റ്റും ഇല്ല. അങ്ങനെ വന്നാലും പ്രയോജനമൊന്നുമില്ലല്ലോ. എനിക്കത് നിഷേധിക്കാലോ. ഞാൻ ചെയ്യേണ്ട സഹായം എന്താണെന്ന് പറയൂ. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഒരു കൂട്ടരിൽ നിന്നും കുറച്ച് പണം വാങ്ങിയിരുന്നു. അന്ന് എന്റെ പേരിലാ ആ പണം വാങ്ങിയത്. എന്റെ ചെക്കും പ്രോമിസറി നോട്ടും ഉപയോഗിച്ച്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞെങ്കിലും ആ കടക്കാർ എന്നെ തേടി വരുന്നുണ്ട്. നല്ല ഭീഷണിയാ. കഴിഞ്ഞ ദിവസം അവർ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കയറി വന്നു. ഇനി അവർ കയറി വന്നാ ഇപ്പോഴുള്ള പണി കൂടി പോവും. ശരിക്കും ഞാൻ തെരുവിലാവും. കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവരോടൊന്ന് സംസാരിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി അവരോടൊന്ന് സംസാരിക്കാമോ? കുരുക്ക് ചെറുതൊന്നുമല്ലല്ലോടോ. സാധാരണ ഈ നാട്ടിൻപുറത്തെ കാമുകിയുടെ കല്യാണത്തിന് സാമ്പാർ വിളമ്പുന്ന കാമുകനെ കുറിച്ചൊരു പരിഹാസമുണ്ട്. എന്നെക്കുറിച്ച് പരിഹസിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ജീവന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു പരിചയക്കാരനെന്ന നിലയ്ക്ക് താൻ എന്നെ തേടി ഇത്രയും ദൂരം വന്നതല്ലേ. ഒറ്റയടിക്ക് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നോക്കാം. ഒരു ചായ കുടിക്കാലോ അല്ലേ? ഇത്രയും സമയം സംസാരിച്ചല്ലേ? വേണ്ട. ഇടാടോ, താ ഇരിക്കി. ആ, നീ എപ്പോ വന്നടാ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഫാദർ എന്താ കാണണമെന്ന് പറഞ്ഞു? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എനിക്ക് ദേഷ്യമുണ്ടെന്ന് ആരാ പറഞ്ഞു? ഞാനിപ്പോൾ നിന്നെ വിളിപ്പിച്ചതോ പ്രീസമോളുടെ കാര്യത്തിലൊരു തീരുമാനം പറയാനാ. വിലക്കാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ സിറ്റുവേഷൻ ഒഴിവാക്കായിരുന്നു. ഫാദർ നല്ല കടുംപിടുത്തത്തിലാണെന്ന് ഓർഫനേജിൽ ആൾക്കാർ പറഞ്ഞായിരുന്നു. എന്നിട്ടും ഫാദറിനൊരു വില്ലനായിട്ട് കാണാനൊന്നും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് അല്പം ഗൗരവമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യം.
ഇനി എന്തായാലും നീ അതറിയാതെ പറ്റില്ല. നീയും സ്നേഹയും വന്ന് ബഹളം വെച്ചപ്പോൾ നിങ്ങളോട് എനിക്കത് പറയാമായിരുന്നു. രംഗനാഥനോട് എനിക്കത് പറയാമായിരുന്നു. പക്ഷേ എങ്ങനെയാടാ ഞാനത് ചെയ്യുന്നത്? സോറി ഫാദർ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഫാദറിനെ എന്തൊക്കെയോ... അത് നീ കാര്യമാക്കൊന്നും വേണ്ട. ട്രീസമോളെ നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവളുടെ അമ്മ ഹാപ്പിയാണ്. ഒരു തരത്തിൽപ്പെട്ട അവകാശവാദങ്ങൾക്കും വരില്ല എന്ന് അവർ വാക്കും തന്നിട്ടുണ്ട്. അല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് വരാനും പറ്റില്ല. ട്രീസമോൾക്ക് കിട്ടുന്ന ഒരു നല്ല ജീവിതത്തിൽ അവനും സന്തോഷവതിയാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ട്രീസമോൾക്കൊരു അമ്മയുണ്ട്, അത് ജീവനോടെയും. ഫാദർ, ഈ ഒരു കാര്യം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. സ്നേഹിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ അങ്കിളിൻ്റെ കാര്യം, ആ പാവത്തിൻ്റെ മനസ്സിനെ വെറുതെ വേദനിപ്പിക്കേണ്ട. എടാ, എത്രയോ ആളുകൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതിൽ അധികവും ഭാരം താങ്ങിക്കൊണ്ട് നടക്കുന്നു. അതുപോലെ ഇതെൻ്റെ തലയിലിരിക്കട്ടെ.